ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി കുറേ ഡീറ്റെയിൽസ് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് പോലീസുകാർക്ക്. സാർ, ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ജോയിൻ്റ് അക്കൗണ്ടാണ്. ദേ, എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവളുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവുകളാണ് സാർ ഇത് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ നീലിമയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് മുഴുവനും ചെക്ക് ചെയ്യുകയാണ് ഈ പോലീസ്. അപ്പോൾ പോലീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, സാർ, ഇയാൾ പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. ഞാൻ എങ്ങനെയാണ് സാർ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇയാളുടെ അനുവാദമില്ലാതെ ആ പൈസ മുഴുവനും ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇയാൾ പറഞ്ഞ മുഴുവനും കള്ളത്തരമാണ്. ഇയാൾ എനിക്ക് ഇഷ്ടമായിട്ട് തന്ന സാധനമാണ്, എനിക്ക് ആ പൈസ തന്നതാണ് സാർ എന്ന് പറയുക. അപ്പോൾ ഇത് കേട്ട് സുധിയാകെ നെട്ടിപ്പോകും. സുധി പറയാം, അല്ല, ഇവള് പറയുന്ന പച്ച കള്ളമാണ് സാർ. ഞാൻ ഇവൾക്ക് പൈസ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന പൈസയാണ് സാർ. അച്ഛൻ തന്ന പൈസയോ? അതെ സാർ, എനിക്ക് അച്ഛൻ തന്ന പൈസയാണ്. അച്ഛൻ ഒരു കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചായിരുന്നു. പക്ഷേ ആ കല്യാണം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ആ കല്യാണത്തിന് വേണ്ടിയാണ് എനിക്ക് ഈ 50 ലക്ഷം രൂപ തന്നത്. പക്ഷേ എനിക്കിഷ്ടം ഇവളെയായിരുന്നു. ഇവളോടൊപ്പം പോകാൻ വേണ്ടിയാണ് ഞാൻ 50 ലക്ഷം രൂപ എടുത്തത് സാർ. പക്ഷേ ബാക്കി പൈസ അച്ഛന് തിരികെ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതിനു മുമ്പ് തന്നെ ഇവൾ ആ പണം തട്ടിക്കൊണ്ട് പോയി സാർ എന്നും പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളും സുധിയോടെ അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ഈ നീലിമ പറയാണ്, ഇവൻ പറയുന്ന പച്ച കള്ളമാണ്, തനി ഫ്രോഡാണ് ഇവൻ. അപ്പോൾ ശ്രുതി അതിനൊക്കെ ഇടപെട്ടിട്ട്, ഇവള് പറയുന്നതാണ് സാർ പച്ചക്കള്ളം, ഇവളെ പഠിച്ച കളിയാ, ഇവള് പൈസയും കൊണ്ട് കാനഡയിലേക്ക് മുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പോലീസുകാരാണെങ്കിൽ രണ്ടുപേരുടെയും വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ്, മനസ്സിലായി, എനിക്ക് ആരാണ് ഇവിടെ കള്ളം പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായി. നീലിമ, നിങ്ങൾ മര്യാദക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ അത് തിരികെ കൊടുത്തോളാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ആഹാ സാർ, ആള് കൊള്ളാലോ സാർ. സാറിൻ്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തതിന് എന്താണ് സാർ തെളിവുള്ളത്? തെളിവ് ആ സാർ. എനിക്കിനി സാറോട് സംസാരിക്കുന്ന നേരമില്ല. എൻ്റെ വക്കീൽ സാറോട് സംസാരിച്ചോളും, അല്ലാതെ സാർ എന്നോട് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ്റെ വായ അടക്കിപ്പിക്കുകയാണ് ഇവിടെ നമ്മുടെ നീലിമ. ഇതേ സമയം തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പുറത്താണെങ്കിൽ രേവതി ആകെ വെപ്രാളമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ വണ്ടി വിട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു പോലീസുകാരൻ പോകുന്നുണ്ടെപ്പോഴേക്കും, സാർ എൻ്റെ വണ്ടി ഒന്ന് വിട്ടുതാ സാർ, ദയവ് ചെയ്ത് സാർ, എനിക്ക് പോകണ്ടേ വിൽക്കാനുള്ള സാർ. ശേ കുട്ടി, നിങ്ങൾ അവിടെ പോയിരിക്കുമോ? ഏതായാലും ട്രാഫിക് പോലീസ് വരട്ടെ, അതിനുശേഷം ആകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ആ സാറ് വന്നിട്ടില്ല ഇതുവരെയായിട്ടും, നിങ്ങളവിടെ പോയിരിക്കാൻ നോക്ക്. അങ്ങനെ രേവതിയെ പിടക്കം പറഞ്ഞ് അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ രേവതിനെ മെസ്സേജിക്കണം, ദൈവമേ സച്ചിനെ വിളിക്കണോ, സച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ എന്നെ എന്തെങ്കിലും പറയോ എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ രേവതിയുടെ ടെൻഷൻ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചി വിളിക്കുക. ദൈവമേ, സച്ചിയേട്ടനാണോ വിളിക്കുന്നത്, എന്ത് പറയും എന്ന് വിചാരിച്ച് സച്ചിയുടെ ഫോൺ എടുക്കുകയാണ്. ആ സച്ചിയേട്ടെ, എന്താ സച്ചിയേട്ട? രേവതി നീ എവിടെയാ? അത് പിന്നെ സച്ചിയേട്ട, എന്താ സച്ചിയേട്ടൻ ഇപ്പം അങ്ങനെ ചോദിച്ചത്? അല്ല, നീ വീട്ടിലാണോ അല്ലെങ്കിൽ പൂവിക്കാൻ പോയിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അല്ല, ഞാനിവിടെ അടുത്തുണ്ടേ, അപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് ഭക്ഷണം വന്ന് കഴിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രേവതി നീ എവിടെയാണ്? അത് പിന്നെ സച്ചിയേട്ടാ, ഞാൻ എന്തിനാ നീ കരയുന്നത് എന്ന് വെച്ചാൽ പറ. പറ്റിപ്പോയി സച്ചിയേട്ടാ, ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥയിലാണ് സച്ചിയേട്ടാ ഞാൻ നിൽക്കുന്നത്. എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സച്ചിയേട്ടാ. ഉള്ള കാര്യം പറ രേവതി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കിടന്ന് കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ സച്ചിയേട്ടാ, എൻ്റെ വണ്ടി കൊണ്ടുപോയത് ആര്? കോർപ്പറേഷൻകാരാണോ വണ്ടി കൊണ്ടുപോയത്? അല്ല സച്ചിയേട്ടാ, നോ പാർക്കിങ്ങിൽ ഞാൻ പാർക്ക് ചെയ്തതിന് പോലീസുകാരെടുത്തുകൊണ്ട് പോയത്. എൻ്റെ രേവതി, നീ എന്തിനാണ് നോ പാർക്കിങ്ങിൽ കൊണ്ടേ ആ വണ്ടി പാർക്ക് ചെയ്തത്? നിനക്ക് ബോധമില്ലേ സച്ചിയേട്ടാ? അറിയാതെ പറ്റിപ്പോയതാണ് സച്ചിയേട്ടാ. ഞാൻ ആ നോ പാർക്കിംഗ് ബോർഡ് കണ്ടില്ല, കാണാതെയാണ് ഞാൻ ആ വണ്ടി റോഡിൻ്റെ അപ്പുറേ വെച്ചിട്ട് ഇപ്പുറത്തോട്ട് പോയി ആ പൂ കൊടുക്കാനായിട്ട് പോയത്. എൻ്റെ രേവതി, നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല രേവതി. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടായിരുന്നോ? ആ നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസുകാരെടുത്തുകൊണ്ട് പോകില്ലേ? ആ ഒരു ബോധം പോലും നിനക്കില്ല രേവതി. നീ എന്തായി ചെയ്യുന്നത്? അല്ല സച്ചിയേട്ടാ, അത് പിന്നെ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത്? എൻ്റെ ദൈവമേ,
ഇനി അതെങ്ങനെ കൊണ്ടുവരുന്നത് ചേട്ടാ? എങ്ങനെയെങ്കിലും ആ വണ്ടി കൊണ്ടുവരണേ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നീ ഏത് പോലീസ് സ്റ്റേഷനിലാണ് അത് പറ ആദ്യം. അത് പിന്നെ ഇന്ന പോലീസ് സ്റ്റേഷനിലാണ് സച്ചിയേട്ടാ എന്നും സച്ചിയോട് പറയുകയാണ് രേവതി. ശരി, നീ അവിടെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കാം. ശരി സച്ചിയേട്ടാ, പെട്ടെന്ന് തന്നെ വരണേ, നീ ടെൻഷൻ ആവല്ലേ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. ഈ സമയം തന്നെ അകത്താണെങ്കിൽ ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ വക്കീൽ വന്നും കഴിഞ്ഞു. അപ്പോൾ വക്കീലിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് നീലിമയ്ക്ക് അഹങ്കാരം കൂടി. അപ്പോൾ വക്കീൽ പറയുകയാണ്, ഞാൻ നീലിമയുടെ വക്കീലാണ് എന്ന് പറയുക. വക്കീലാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ ഈ സുധി പറയാ, ഇവളെ എൻ്റെ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയെന്നോ? നീലിമയോ? നീലിമ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ടൊന്നും പോയില്ലല്ലോ. നിങ്ങൾ ചുമ്മാ കള്ളം പറയണ്ട സർ. ഇത് കണ്ടോ സർ, ഈ ഒരു ഡീറ്റെയിൽസ് നോക്ക്. ഇയാള് 50 ലക്ഷം രൂപ നീലിമയ്ക്ക് കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്ത കാര്യങ്ങളാണ് ഇത്. അത് പിന്നെ എങ്ങനെയാണ് നീലിമ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇയാള് ശരിക്കും നീലിമയ്ക്ക് ഈ പൈസ കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതി നീ ഏതെങ്കിലും ഡോക്യുമെന്റിൽ സൈൻ ചെയ്തായിരുന്നോ? അയ്യോ, ഒരു ഡോക്യുമെന്റിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചായിരുന്നു. നീ എന്നിട്ട് അതൊന്ന് വായിച്ച് നോക്കാതെ സൈൻ ചെയ്ത് കൊടുത്തല്ലേ? അത് പിന്നെ എനിക്കറിയില്ലായിരുന്നു. ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണം എന്നിങ്ങനെ പറയാം. കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാകെ ടെൻഷൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, സാർ ഇതൊക്കെ ഇവളെന്നെ കൊണ്ടൊരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യിപ്പിച്ചതാണ് സാർ. ഇവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു, പക്ഷേ ഇവളെന്നെ ചതിക്കായിരുന്നു സാർ. ഞാൻ നിരപരാധിയാണ് സാർ എന്നൊക്കെ ഇനി സംസാരിക്കുക. അപ്പോഴേക്കും നീലിമ പറയുകയാണ്, ഇല്ല സാർ, ഇപ്പം മനസ്സിലായില്ലേ ഇവൻ പേരും കള്ളനാണെന്ന്. ഇവനെയാ പിടിച്ച് അറസ്റ്റ് ചെയ്തേണ്ടത്, അല്ലാതെ എന്നെയല്ല. ഞാൻ ആരുടെയും പൈസ എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ഒളിവിൽ താമസിക്കുന്നതാണെന്നാണല്ലോ പറയുന്നത്. കാനഡയിലോ? ഞാൻ ഒളിവിൽ താമസിക്കുന്നു. എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? അപ്പോൾ വക്കീല് പറയാണ്, ഒരിക്കലുമില്ല, നീലിമ ഒളിവിലല്ല, അവിടെ ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും സുധി, എൻ്റെ പണം കൊണ്ടുപോയിട്ടാണ് ഈ പെരുങ്കള്ളി ബിസിനസ് ചെയ്ത് അവിടെ ജീവിക്കുന്നത് സാർ. എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചവനാണ് സാർ ഇവൻ കാനഡയിലേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ടാ എന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. എന്നിട്ട് കാനഡയിലേക്ക് വരാതെ ഇവൻ ഈ നാട്ടിൽ വേറൊരു കല്യാണം സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ, സാർ കേട്ടില്ല സാർ, ഇത് പറയുമ്പോൾ തന്നെ കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പാടില്ലേ സാർ? ഞാൻ എന്തിനാണ് സാർ ഇവളോട് കാനഡയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവൾക്ക് പൈസ മുഴുവൻ കൊടുത്തിട്ട് വേറൊരു കല്യാണം കഴിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ സാർ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവളുടെ ഒപ്പം കാനഡയിലേക്ക് പോയാൽ പോരെ സാർ? ഇവൾ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ് സാർ. ഇവളെ അറസ്റ്റ് ചെയ്യണം സാർ, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു വേണം സാർ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ ആകെ വെയിറ്റിങ്ങിലാണ് സച്ചിക്ക് വേണ്ടി. അപ്പോൾ ആ ജനലിലേക്ക് നിൽക്കുമ്പോഴും ഇവരെ കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ പോലീസുകാരനാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് തെളിയിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നിങ്ങളെന്താ പറഞ്ഞു കൂട്ടുന്നതെന്ന് ആർക്കറിയാം. ഏതായാലും പൈസയുടെ കാര്യമാണല്ലോ സാർ, ഇവനെയാണ് സാർ അറസ്റ്റ് ചെയ്തിട്ടത്, അല്ലാതെ എന്നെയല്ല. അപ്പോൾ ശ്രുതിക്ക് കാലി വന്നിട്ട് ശ്രുതി നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഈ നീലിമയുടെ മുഖത്തൊക്കെ പറയണേ, എടി നിനക്ക് നാണമില്ലേ? നീ എന്തിനാടി കണ്ട ആണുങ്ങളുടെയും പൈസയും തട്ടിക്കൊണ്ട് പോയത്? നീ എന്തിനാടി ശ്രുതിയുടെ പൈസ തട്ടിയെടുത്തത് എന്ന് ചോദിക്കുകയാണ്. ആഹാ കൊള്ളാലോ, നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ശ്രുതിയില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു റിലേഷനൊന്നും നിനക്കറിയില്ല. എടീ, ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതാ പറഞ്ഞത്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവനെ ചതിക്കില്ലായിരുന്നു. നീ ഇവനെ ചതിച്ചുകൊണ്ട് നീ കടന്നു കളഞ്ഞതാ. നീ പൈസക്ക് വേണ്ടി മാത്രമടി, നീ പേരും കള്ളിയടി എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ഭയങ്കര ഒരു വഴക്കുണ്ടാക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലിമയാണെങ്കിൽ, ഷട്ടപ്പ്, അനാവശ്യം പറഞ്ഞു പോരുത്. സാർ ഇവള് പറയുന്നത് കേട്ടില്ല സാർ. അപ്പോൾ പോലീസുകാർക്ക് ദേഷ്യം വന്നിട്ട്, നിർത്ത്, ഇത് ചന്തയല്ല, ഇത് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്നിരുന്നേ. അങ്ങനെ ശ്രുതി അവിടെ വന്നിരിക്കുകയാണ്. സാർ എങ്ങനെയെങ്കിലും എൻ്റെ പൈസ എനിക്ക് മേടിച്ചു തരണം സാർ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കെഞ്ചലോ. ഈ സമയം തന്നെ നമ്മുടെ രേവതി കാത്തിരുന്ന് മടുത്തു. അപ്പോൾ വരുന്നു സച്ചി മഴയത്ത് ഓടി വരികയാണ്. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട്, സച്ചിയേട്ടാ നമ്മുടെ വണ്ടി വിട്ടു തരുമോ സച്ചിയേട്ടാ? നീ എന്ത് പണിയാണ് കാണിച്ചിട്ട് നോ പാർക്കിംഗ് കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം വണ്ടി വിട്ടു തരുമെന്നോ? നീ ഇപ്പം കാണിച്ചത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് അറിയാമോ രേവതി? അതൊന്നും അറിയാതെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോൾ പണി കിട്ടും. ഇത് വല്ല കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും.
കോർട്ടിലേക്കോ? അയ്യോ സച്ചേട്ടാ, കോർട്ടിലേക്ക് പോകുവരെ സച്ചേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. അതിന് ആ ട്രാഫിക് പോലീസ് വന്നിട്ടില്ല, എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. സാരമില്ല, ഇവിടെ നമുക്ക് ഫൈൻ അടച്ചിട്ട് എങ്ങനെയും വണ്ടി കൊണ്ടുപോകാം. സച്ചേട്ടാ, ദേ കുറേ പൂക്കൾ കൊടുക്കാനുള്ളതാ, ആ വണ്ടിയിനകത്ത് മുഴുവനും പൂക്കളാണ്. ഓ, ഇപ്പം അതാണോ വലിയ കാര്യം? വണ്ടി എങ്ങനെയും എടുത്തോണ്ട് പോകാനല്ലേ നോക്കേണ്ടത്, അല്ലാതെ പൂവും വെച്ചോണ്ടിരിക്കുന്നു. മിണ്ടാതിരുന്നോളൂ കേട്ടോ. അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണം. നിനക്ക് നോ പാർക്കിങ്ങില്ലേ ചെയ്യാൻ പാടില്ല, നിനക്ക് അറിയില്ലേ? സച്ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടില്ല. ഇപ്പം തന്നെ വണ്ടി എടുത്തോണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ ഞാൻ അപ്പുറത്തേക്ക് പൂ കൊടുക്കാനായിട്ട് പോയത്. അപ്പോഴേക്കും പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയി സർ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വരുന്നു. അപ്പോൾ സച്ചി നേരെ ഈ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ ദേ ഇതെൻ്റെ ഭാര്യയാണ് സാർ, ഇവളുടെ വണ്ടിയാണ് സാർ പൊക്കിക്കൊണ്ട് വന്നത്. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തുകൊണ്ടാണ് സാർ ഇവളുടെ വണ്ടി പൊക്കിക്കൊണ്ട് വന്നത്. ദയവ് ചെയ്ത് സാർ ആ വണ്ടി വിട്ടു തരണം സാർ, വേറൊരു നിവൃത്തിയില്ല. അപ്പോഴേക്കും രേവതി അവിടെ കയറി സംസാരിക്കുകയാണ്. എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് ഇഷ്ടത്തോടെ മേടിച്ച്. രേവതി ഇന്നൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കട്ടെ, നീ എന്തിനാ ഇടയിൽ കയറി സംസാരിക്കുന്നത്? അത് പിന്നെ സാർ, ഞങ്ങൾക്ക് വേറൊരു വരുമാനമില്ല സാർ, പൂകൊണ്ടേ വിറ്റാണ് സാർ ഞങ്ങൾ ജീവിക്കുന്നത് സാർ. അല്ല, താൻ എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ് സാർ. തനിക്ക് നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നോ? താനൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നിയമങ്ങളെക്കുറിച്ച്? അല്ലെങ്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്യില്ലായിരുന്നല്ലോ. ഏതായാലും എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സാറ് വരണം, സാറ് വന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനേ പറ്റുള്ളൂ. സാർ ദയവ് ചെയ്ത് സാർ ഇങ്ങനെ വണ്ടി വിട്ടു തരണം സാർ, അല്ലെങ്കിൽ ആകെ പണി പാളും സാർ. ഇത് കേട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ, അല്ലെങ്കിൽ സാർ ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ സാർ, എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിലും പാവപ്പെട്ടവരോട് സാറ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒന്ന് അറിയാതെ ഒന്ന് പാർക്ക് ചെയ്ത് പോയതിന് എൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കിടന്ന് തുടങ്ങി. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ പോലീസുകാരനാണെങ്കിൽ കണ്ടോ നിങ്ങളുടെ ഭാര്യയുടെ നാക്ക് നോക്ക്, ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നാക്ക് അടക്കാനായിട്ട് പറ. സാർ, അവള് അറിയാതെ പറഞ്ഞതോ? ഇതിനോ അറിയാതെ പറഞ്ഞു പോയതോ? ഇതെന്നാ പൊട്ടിയാണോ അറിയാതെ പറഞ്ഞു പോകാനായിട്ട്? ഇവർ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ആദ്യം ഇവരുടെ അഹങ്കാരം തീരട്ടെ, അതിന് ഈ വണ്ടി നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ കോടതിയിൽ വന്ന് മേടിച്ചു. അയ്യോ സാർ, കോടതിയിൽ വന്നോ സാർ അങ്ങനെ പറയല്ലേ സാർ, നിങ്ങൾ കോടതിയിൽ വന്ന് മേടിച്ചാൽ മതി, എന്നാലേ ഇവരുടെ അഹങ്കാരം തീരുള്ളൂ. ഇവരെ കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി ആകെ ഞെട്ടിപ്പോയി. സാർ, ഏതായാലും പോലീസുകാർ വരട്ടെ സാർ. ട്രാഫിക് പോലീസുകാരൻ എപ്പോൾ വരും സാർ? അയ്യോ, ഞാൻ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന്, അപ്പോൾ പെട്ടെന്ന് വന്നോളൂ. ഇത് കേട്ട രേവതി വീണ്ടും വന്ന ഉത്തരം പറയാ. ആണോ സാർ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറ സാർ, എന്നിട്ട് ആ സാറോട് പെട്ടെന്നൊന്ന് വരാനായിട്ട് പറ. ഇത് കേട്ട സച്ചി വീണ്ടും ഞെട്ടിപ്പോവാണ്. ഇവൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ കണ്ടോ ഇവർ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? ഓ, ഏതായാലും തനിക്ക് ബുദ്ധിയുണ്ടല്ലോ, തൻ്റെ ഭാര്യക്കൊട്ടും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ പോവുകയാണ്. രേവതി, നീ എന്തൊക്കെയാണ് രേവതി ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇനി കോടതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിനക്ക് വല്ല ഇതുണ്ടോ? വായി അടയ്ക്ക് അവൾ മിണ്ടാതിരിക്കില്ല, ചുമ്മാ കിടന്ന് ഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളൂ എന്നും പറഞ്ഞ് രേവതിയെ വഴക്ക് പറയുകയാണ് സച്ചി. അങ്ങനെ സച്ചിക്ക് ഒരു കോളും വരുന്നുണ്ട്. അത് ഓട്ടത്തിൻ്റെ കോളായിരുന്നു. ഞാൻ ഏതായാലും എനിക്ക് വരാൻ പറ്റൂല, ഞാൻ വേറൊരു വണ്ടിയുടെ ഓട്ടത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയാണെങ്കിൽ തൻ്റെ പൂക്കട വണ്ടിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രേവതി ഈ സമയം തന്നെ ഈ സ്റ്റേഷൻ്റെ ഉള്ളിലാണെങ്കിൽ ഓരോ ചർച്ചകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആരാണ് ഇവിടെ കള്ളം പറഞ്ഞത്, ആരാണ് ശരി പറയുന്നത് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായാലും സാർ, ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ല സാർ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് സാർ, ആ പൈസ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ മതിയാവുള്ളൂ സാർ എന്ന് പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു അഗൈൻ, ബൈ.